നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കളർക്കോട് വാഹനാപകടം. കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൌരി ശങ്കറിനെ പ്രതി ചേർത്തു. ആലപ്പുഴ കളർക്കോട് 5 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൌരി ശങ്കറിനെ പ്രതി ചേർത്തു. KSRTC ഡ്രൈവറെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ കാർ വാടകയ്ക്കെടുത്തത് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽവിൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. മറ്റ് 4 പേരുടെ നില മെച്ചപ്പെട്ടു വരികയാണെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. ഇന്നലെ വന്ദേ ഭാരത് നേരിട്ട സാങ്കേതിക തടസ്സം. ട്രെയിൻ യാത്രക്കാർ ആകെ വലഞ്ഞു. വൈകിയോടിയത് 12 ട്രെയിനുകൾ. സാങ്കേതിക തകരാർ മൂലം ഇന്നലെ വന്ദേ ഭാരത് വൈകിയതിന് പിന്നാലെ ട്രെയിൻ യാത്രക്കാർ നേരിട്ടത് വൻ പ്രയാസം. വന്ദേ ഭാരത് വൈകിയത് മൂലം 12 ട്രെയിനുകൾ വൈകിയോടി. ഇന്നലെ 5:30 മുതൽ 9 മണി വരെയുള്ള ട്രെയിനുകളാണ് വിവിധയിടങ്ങളിൽ പിടിച്ചിട്ടത്. തൃശൂരിലും ഷൊർണൂരിലും ഒറ്റപ്പാലത്തും യാത്രക്കാർ ദുരിതത്തിലായി. വന്ദേ ഭാരത് ഇത്ര സങ്കീർണമായ സാങ്കേതിക തകരാറിൽ കുടുങ്ങുന്നത് ഇതാദ്യമായാണ്. സംഭവത്തിൽ റെയിൽവേ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ആഗോള ഇൻഷുറൻസ് ഭീമൻ യുണൈറ്റഡ് ഹെൽത്ത് കെയറിന്റെ CEO കൊല്ലപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിലൊന്നായ യുണൈറ്റഡ് ഹെൽത്ത് കെയറിന്റെ CEO കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ മാൻഹാട്ടനിൽ ഒരു ഹോട്ടലിന് മുൻപിൽ വെച്ച വെടിയേറ്റാണ് ബ്രയാൻ തോംസൺ കൊല്ലപ്പെട്ടത്. 50 വയസ്സായിരുന്നു. 20 അടി അകലെ നിന്നും ബ്രയാൻ തോംസന് നേരെ നിരവധി തവണ വെടിയുതിർത്ത ശേഷം അക്രമി ഒരു സൈക്കിളിൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇയാൾക്കായി തിരച്ചിൽ തുടങ്ങി. അമേരിക്കൻ സമയം ഇന്ന് രാവിലെ 6:45 മൻഹാട്ടനിലാണ് കൊലപാതകം നടന്നത്. സസ്പെൻസിനൊടുവിൽ ക്ലൈമാക്സ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഫഡ്നാവിസ് ഇന്ന് അധികാരത്തിലേറും. മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ ഇന്ന് അധികാരത്തിലേറും. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസും ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ, NCP നേതാവ് അജിത് പവാർ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്യും. മുന്നണിക്കുള്ളിലെ വകുപ്പ് വിഭജനം എങ്ങനെയെന്ന കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ആയിട്ടില്ല. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ഹൈദരാബാദിൽ പുഷ്പ 2 റിലീസിനിടെ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു. പുഷ്പ 2 റിലീസിനിടെ ഹൈദരാബാദിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സന്ധ്യ തിയേറ്ററിന് മുൻപിൽ പോലീസും ഫാൻസും തമ്മിൽ സംഘർഷമുണ്ടായി. ജനക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി വീശിയിരുന്നു. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം.
സ്മാർട്ട് സിറ്റി അഴിമതി സ്മാരകം ഭൂമി തിരിച്ചെടുക്കുവാനുള്ള മന്ത്രിസഭാ തീരുമാനം പ്രായോഗികമല്ല. ചെറിയാൻ ഫിലിപ്പ്. കേരള ചരിത്രത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ അഴിമതിയുടെ സ്മാരകമാണ് മരണാസന്നമായ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. 2011 ഫെബ്രുവരി 2 കേരള സർക്കാരും ദുബായ് കമ്പനിയും തമ്മിലുണ്ടാക്കിയ കരാർ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരുന്നു. കൊച്ചിയിലെ കാക്കനാട് സർക്കാർ അക്വയർ ചെയ്ത കണ്ണായ സ്ഥലത്തെ 246 ഏക്കർ ഭൂമി തുച്ഛമായ വിലയ്ക്കാണ് ടീകോം കമ്പനിക്ക് കുത്തക പാട്ടത്തിന് കൈമാറിയത്. ഇതിന് പകരമായി സർക്കാരിന് സംയുക്ത സംരംഭത്തിൽ 16% ഓഹരി പങ്കാളിത്തം മാത്രമാണ് ലഭിച്ചത്. പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചി സ്മാർട്ട് സിറ്റിയെ സർക്കാർ അധീനതയിലാക്കുവാനുള്ള മന്ത്രിസഭാ തീരുമാനം പ്രായോഗികമല്ല. 84% ഓഹരിയുള്ള ദുബായ് കമ്പനിക്ക് ഭീമമായ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ സർക്കാർ നൽകിയ ഭൂമി തിരിച്ചെടുക്കുവാനാകൂ. ഒരു നിയമയുദ്ധത്തിന് പോയാൽ എത്ര കാലം കഴിഞ്ഞാണ് തീരുമാനമുണ്ടാവുക എന്നത് പ്രവചിക്കാനാകില്ല. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിച്ചതല്ലാതെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു വ്യക്തതയുമില്ല, അദ്ദേഹം പറഞ്ഞു. സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും പിൻവാങ്ങുന്നില്ല. സ്ഥലം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കും. സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. സ്ഥലം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടീകോം കരാർ പിന്മാറുവാൻ നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നതായും മന്ത്രി അറിയിച്ചു. സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് പ്രോബ 3 ഇന്ന് ബഹിരാകാശത്തേക്ക്. ISROയുടെ അഭിമാന ദൌത്യം വൈകിട്ട്. ഒരു ഉപഗ്രഹത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച PSLV-C-59 വിക്ഷേപണം ഇന്ന് നടക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ വൈകുന്നേരം 4:04 വിക്ഷേപണം. സൌരപര്യവേഷണത്തിനായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളെ ഒരേ സമയം ISRO വിക്ഷേപിക്കുന്ന ദൌത്യത്തിന് പ്രോബ 3 എന്നാണ് പേര്. കൊറോണഗ്രാഫ്, ഒക്യുൾട്ടർ എന്നിങ്ങനെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് PSLV-C-59 കുതിക്കുക. അസമിൽ ബീഫ് നിരോധനം. ഹോട്ടലുകളിലും പൊതുപരിപാടികളിലും ബീഫ് ഉപയോഗം പൂർണ്ണമായും വിലക്കി. സമ്പൂർണ്ണ ബീഫ് നിരോധനവുമായി അസം. ഇന്നു മുതൽ പൂർണ്ണ നിരോധനം നിലവിൽ വരും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടേതാണ് പ്രഖ്യാപനം. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് പാടില്ലെന്നാണ് ഉത്തരവ്. നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപമുണ്ടായിരുന്ന ബീഫ് നിരോധനം പൊതുസ്ഥലങ്ങളിൽ മുഴുവൻ നടപ്പാക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുരപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയെന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.